ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 3 ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദി അംബ്രella എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ ഒരു കുട്ടികളെ നോക്കൂ. ഡു ഓൾ ചിൽഡ്രൻ ഗെറ്റ് ഗുഡ് ഫുഡ് ആൻഡ് ക്ലോത്തിങ്? എല്ലാ കുട്ടികൾക്കും ഒരേപോലെ നല്ല ഫുഡും ക്ലോത്തിങ് ഒക്കെ കിട്ടാറുണ്ടോ? ഇല്ല അല്ലെ? നോ. ഡു ഓൾ ഓഫ് ദം ലിവ് ഇൻ ഹൗസസ് വിത്ത് ബേസിക് ഫെസിലിറ്റീസ്? എല്ലാ കുട്ടികളും ഒരേപോലെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ കിട്ടിയിട്ടാണോ എല്ലാവരും ജീവിക്കുന്നത്? നോ, എല്ലാവരും ഒരുപോലെയല്ല അല്ലെ. ഡു ഓൾ ഓഫ് ദം ഗെറ്റ് ഫ്രീ എഡ്യൂക്കേഷൻ? എല്ലാവർക്കും ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടോ? ഡു ചിൽഡ്രൻ ഹാവ് റൈറ്റ്സ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ? കുട്ടികൾക്ക് അവരുടെ സംരക്ഷണം അല്ലെങ്കിൽ കെയർ ഒക്കെ കിട്ടുന്നുണ്ടോ? ഹാവ് യു എവർ ഫെൽറ്റ് ദാറ്റ് യുവർ റൈറ്റ്സ് ഹാവ് ബീൻ വയലേറ്റഡ്? നിങ്ങളുടെ റൈറ്റ്സ്, നിങ്ങളുടെ അവകാശങ്ങളൊക്കെ വയലേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഹൗ ഷുഡ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ബിഹേവ് ടുവേർഡ്സ് ചിൽഡ്രൻ? ഹൗ ഷുഡ് ചിൽഡ്രൻ ബിഹേവ് ടുവേർഡ്സ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്? അതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കാം കേട്ടോ. ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദി അംബ്രella. നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. എ ഗേൾ ഇൻ ദ റെയിൻ. നൗ ലെറ്റ്സ് read the opening chapter of the famous novel ഒരു കുടയും കുഞ്ഞു പെങ്ങളും by മുട്ടത്ത് വർക്കി and see if the rights of the little girl and her brother were violated or not. അതായത് ഇത് ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്നുള്ള കഥയിലെ മുട്ടത്ത് വർക്കി എഴുതിയ കഥയിലെ ഒരു ഭാഗമാണ്, തുടക്കമാണ് കേട്ടോ. The sky was cloudy. Sky was cloudy. Cloudy means what? Cloudy എന്ന് പറഞ്ഞാൽ full of clouds. സ്കൈയിൽ മൊത്തം ക്ലൗഡ്സ് നിറഞ്ഞിട്ടുള്ളതാണ്. A cold breeze was blowing languidly. Cold breeze. Breeze എന്ന് പറഞ്ഞാൽ ചെറിയൊരു തെന്നൽ, അതായത് കാറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇതാവില്ലേ, അതാണ് breeze എന്ന് പറഞ്ഞത്. Cold breeze, നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. It's not interestingly. Languidly എന്ന് പറഞ്ഞാൽ it's not interestingly. ലാക്കിംഗ് എനർജി അല്ലെങ്കിൽ നല്ല എനർജി ഒന്നുമില്ല, നന്നായിട്ട് ഇങ്ങനെ വീശുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ബ്ലോ ചെയ്യുന്നുണ്ട്. ദ ട്രീസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി കൺട്രി റോഡ് വെർ സ്വേയിങ് ജെന്റ്ലി ഇൻ ദ വിൻഡ്. അതായത് ട്രീസ്, ആ ഒരു കൺട്രി റോഡിന്റെ സൈഡിലുള്ള രണ്ട് ഭാഗത്തുള്ള ട്രീസ് ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകുന്നുണ്ട്. ലില്ലി, ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ, യു ഗോ വിത്ത് ഗ്രേസി. ലില്ലിയോട് പറയാണ് എന്ത്, ഇപ്പോ മഴ പെയ്യും, യു ഗോ വിത്ത് ഗ്രേസി, നീ ഗ്രേസിയുടെ കൂടെ പൊയ്ക്കോ എന്നാണ് പറയുന്നത്. ബേബി സെഡ് പോയിന്റിംഗ് ടു ദ ഗേൾ ഫ്രം ദി പൂമംഗലം ഫാമിലി, ദിയർ റിച്ച് നൈബേഴ്സ്. ബേബി സെഡ് പോയിന്റിംഗ്, അതായത് പോയിന്റിംഗ് ടു ദ ഗേൾ ഫ്രം ദ പൂമംഗലം ഫാമിലി. പൂമംഗലം ഫാമിലി എന്ന് പറഞ്ഞ ആ ഫാമിലിയിലുള്ള ഒരു ഗേളിനെ പോയിന്റ് ചെയ്തിട്ട്, അതായത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവര് നൈബേഴ്സ് ആണ് ഈ ഒരു ഗ്രേസി എന്ന് പറയുന്നത്. അപ്പോൾ അവര് ഭയങ്കര റിച്ച് നൈബേഴ്സ് ആണ്. ഓക്കെ, റിച്ച് ആയിട്ടുള്ള നൈബേഴ്സ് ആണ്. വാട്ട് അബൌട്ട് യു? വാട്ട് അബൌട്ട് യു? ലില്ലി ആസ്ക് ഹിം. ലില്ലി അവനോട് ചോദിച്ചു, എന്ത്, വാട്ട് അബൌട്ട് യു, നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഐ വിൽ റൺ. ബേബി സ്റ്റാർട്ടഡ് റണ്ണിങ്. ഞാൻ ഓടും. ഐ വിൽ റൺ. ദ റെയിൻ ഡ്രോപ്സ് സ്റ്റാർട്ടഡ് ഫോളിങ്. 1 2 4. ദ റെയിൻ ക്വിക്കൻഡ്. റെയിൻ ഡ്രോപ്സ് സ്റ്റാർട്ടഡ് ഫോളിങ്. അപ്പോഴത്തേനും മഴ പെയ്യാൻ തുടങ്ങി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ലില്ലി യു ഗോ വിത്ത് ഗ്രേസി, ബേബി സെഡ്. വൈ ഡിഡ് ബേബി സേ സോ? എന്തുകൊണ്ടാണ് യു ഗോ വിത്ത് ഗ്രേസി എന്ന് പറയാൻ കാരണം? ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ, മഴ പെയ്യാൻ പോവുകയാണ് അല്ലെ, അതുകൊണ്ടാണ് ഗ്രേസിയുടെ ഒപ്പം പോയിക്കോ എന്ന് പറഞ്ഞത്. ദ റെയിൻ. ലില്ലി ഓൾസോ റാൻ ഹോൾഡിംഗ് ഹെർ സ്ലേറ്റ് ആൻഡ് ബുക്സ് അഗെയിൻസ്റ്റ് ഹെർ. ഓടി അല്ലേ. അപ്പൊ അവളുടെ കയ്യിൽ സ്ലേറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ ബുക്സ് ഒക്കെ അങ്ങനെ അടക്കി പിടിച്ചുകൊണ്ട് അവള് ഓടി. ഷി ഫെൽറ്റ് ദ റെയിൻ ലാഷിംഗ് ഹെർ ഫേസ്. അവളുടെ മുഖത്തേക്ക് ആ ഒരു മഴത്തുള്ളികൾ ഇങ്ങനെ നന്നായിട്ട് വീഴുന്നുണ്ടായിരുന്നു. ഷി പ്ലേസ് ദ സ്ലേറ്റ് ഓവർ ഹെർ ബുക്ക്. അതായത് ബുക്ക് നനയണ്ടെന്ന് വിചാരിച്ചിട്ട് സ്ലേറ്റ് ബുക്കിന്റെ മുകളിൽ വെച്ചു. ഈവൺ ഇഫ് ദ റെയിൻ ഡ്രോപ്സ് ഫെൽ ഓൺ ദ സ്ലേറ്റ് നത്തിങ് വുഡ് ഹാപ്പൻ. എന്തുകൊണ്ടാണ് അവള് ബുക്കിന്റെ മുകളിൽ വെച്ചത്? റെയിൻ ഡ്രോപ്സിന് ഇപ്പോ സ്ലേറ്റിന്റെ മുകളിൽ വീണാലും ഒരു കുഴപ്പമില്ല അല്ലെ, സ്ലേറ്റ് നനയുന്നേ ഉള്ളൂ, ബുക്ക് നനയില്ലല്ലോ. ഇറ്റ് വുഡ് നോട്ട് ഗെറ്റ് സ്പോയിൽ. ബുക്ക് നാശാവില്ല, അതുകൊണ്ടാണ് സ്ലേറ്റിന്റെ മുകളിൽ ബുക്ക് വെച്ചത്. ഗ്രേസി, can I too? Lily begged and tried to get in
under Gracie's umbrella. ഗ്രേസിയോട് എന്താ ചോദിച്ച ലില്ലി? ഗ്രേസി can I too എന്ന് പറഞ്ഞാൽ ഞാനും കൂടി പോന്നോട്ടെ എന്നുള്ള ചോദ്യമാണ്. ലില്ലി begged എന്ന് പറഞ്ഞാൽ എന്താ? begged എന്ന് പറഞ്ഞാല് താഴ്മയോടെ അപേക്ഷിച്ചു. and try to get in ഗ്രേസീസ് umbrella. ഗ്രേസിയുടെ അംബ്രല്ലയിൽ കയറാൻ ശ്രമിച്ചു, നോക്കി. ബട്ട് ഗ്രേസി മൂവ്ഡ് അവേ ഫ്രം ലില്ലി. പക്ഷെ ഗ്രേസി എന്ത് ചെയ്തു? ഗ്രേസി മൂവ്ഡ് അവേ ഫ്രം ലില്ലി. ലില്ലിയുടെ അടുത്തുനിന്ന് മാറുകയാണ് ചെയ്തത്. ഗ്രേസീസ് നീറ്റ് ക്ലോത്ത്സ് were made of silk, fine silk. സിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയ ക്ലോത്ത്സ് ആയിരുന്നു ഗ്രേസിയുടെ. ബട്ട് ലില്ലി വാസ് clad in quite old and torn clothes. പക്ഷെ ലില്ലിയുടെ മോശമായിട്ടുള്ള വസ്ത്രങ്ങളായിരുന്നു, അല്ലെങ്കിൽ കീറിയ വസ്ത്രങ്ങളായിരുന്നു, കുറച്ച് പഴകിയ ഡ്രസ്സുകളായിരുന്നു. Is it just a drizzle or a heavy downpour? How does the author describe the rain in the passage? എങ്ങനെയാണ് ഈ ഒരു ഓതർ റെയിനെ ഡിസ്ക്രൈബ് ചെയ്തത്? എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തത്? റെയിൻ ഡ്രോപ്സ് അല്ലെ? റെയിൻ ഡ്രോപ്സ് സ്റ്റാർട്ടഡ് falling 1 to 4. The rain quickened. പെട്ടെന്ന് തന്നെ റെയിൻ ക്വിക്കൻ ചെയ്തു എന്നാ പറയുന്നത്. Gracie, please, Lily begged again. Gracie, please, ഞാനും കൂടി പോന്നോട്ടെ എന്നുള്ള തരത്തില് ലില്ലി ബെഗ് ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്താ? താഴ്മയോടെ അപേക്ഷിച്ചു. Go away, girl. I won't let you in under my umbrella. Gracie stood stubbornly. Gracie ദേഷ്യത്തോടെ പറഞ്ഞു, നീ പോ. Go away, girl. I won't let you in under my umbrella. ഞാൻ എന്റെ കൊടയുടെ കീഴിൽ നിന്നെ ആരിനെയും നിർത്തില്ല എന്നാണ് പറയുന്നത്. ഗ്രേസി stood stubbornly. ദേഷ്യത്തോടെ പറഞ്ഞു. ലില്ലി could not control her tears. ലില്ലിക്ക് അവളുടെ കരച്ചിൽ അടക്കാൻ കഴിഞ്ഞില്ല, അവളുടെ കണ്ണുനീര് അടക്കാൻ കഴിഞ്ഞില്ല. She wept bitterly. അവളുടെ ഭയങ്കരമായിട്ട് കരഞ്ഞു. The rain also was quite cruel to her. It came down heavily on her. റെയിനും മഴയും നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ലില്ലി റാൻ ഓൺ ആൻഡ് ഓൺ, thoroughly wet. നനഞ്ഞു കുതിർന്ന് അവള് ഓടാൻ തുടങ്ങി. Heavy drops of rain fell on her face like pebbles falling from the sky. Muddy water ran against her little feet. അതായത് ലില്ലി ഓടി, നനഞ്ഞുകൊണ്ടാണ് അവൾ ഓടിയത്. Heavy drops of rain, നല്ല കനമുള്ള റെയിൻ ഡ്രോപ്സ്, fell on her face like pebbles. അതായത് മുഖത്ത് തട്ടുമ്പോൾ കല്ലുകൾ വീഴുന്ന പോലെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. Muddy water ran against her little feet. മഡി വാട്ടർ എന്ന് പറഞ്ഞാൽ നല്ല ചളിവെള്ളമൊക്കെ ഇങ്ങനെ അവളുടെ കാലിൽ ഇങ്ങനെ തെറിക്കുന്നുണ്ടായിരുന്നു ഓടുമ്പോൾ. മഡി വാട്ടർ എന്ന് പറഞ്ഞാൽ ചളിവെള്ളം അവളുടെ കാലിൽ ഇങ്ങനെ ആവുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദി അംബ്രല്ല എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഒരു ചെറിയ ഭാഗം. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിലറിയാത്ത വേർഡ്സ് ഒക്കെ ഡിക്ഷണറിയിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കാനാണ് ഇന്നത്തെ വർക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും അതൊക്കെ ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ.